CMS കോളേജ് അക്ഷരനഗരിയുടെ സ്വന്തം ക്യാമ്പസാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതിനായി ഞാൻ വീണ്ടും CMSലെത്തി, ഞാൻ പഠിച്ച എൻ്റെ കോളേജിൽ. അപ്പോൾ തന്നെ തീരുമാനിച്ചു ഒരു വീഡിയോ എടുക്കണം, കോളേജിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ഒക്കെ ചിത്രീകരിച്ചു. അക്കൂട്ടത്തിൽ CMSൻ്റെ ചരിത്രവും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. മിഷനറി പ്രവർത്തനങ്ങൾക്ക് ഭാഷയൊരു വെല്ലുവിളിയായ സാഹചര്യത്തിലാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് ആലോചിച്ചതും അവിടുത്തെ ആളുകളെ ഇംഗ്ലീഷ് ഭാഷയടക്കം പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കോളേജിൻ്റെ ഗേറ്റ് ഹാളിൻ്റെ പുറകിൽ ഒരു ഗ്രാമർ സ്കൂൾ ആരംഭിച്ചത്. ഇന്ന് നമുക്ക് ആ പഴയ റൂം നമ്പർ 52 കാണാം. അതായിരുന്നു ആ പണ്ടത്തെ വ്യാകരണ സ്കൂള്. അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രസിഡൻറ്റും തിരുവിതാംകൂർ ദിവാനുമൊക്കെയായിരുന്ന കേണൽ ജോൺ മൺറോയാണ് കോട്ടയം കോളേജിനായിട്ട് മുൻകൈയെടുത്തത്. ചുങ്കത്തെ പഴയ സെമിനാരിയാണ് ആദ്യത്തെ കോളേജ് കെട്ടിടം. പിന്നീട് കൂടുതൽ വിപുലീകരണമൊക്കെ നടത്തി ചർച്ച് മിഷൻ സൊസൈറ്റിയെ പ്രവർത്തനം ഏൽപ്പിക്കുകയും പിന്നീട് അവസാനം ബെഞ്ചമിൻ ബെയ്ലി വരെ എത്തിച്ചേർന്ന ഒരു ചരിത്രം. ഒരുപക്ഷെ ബെഞ്ചമിൻ ബെയ്ലി വന്നപ്പോൾ മലയാളത്തിൻ്റെ അച്ചടിയുടെ ഒരു ചരിത്രവും കൂടിയാണ് അവിടെ ആരംഭിച്ചത്. 1837 പഴയ സെമിനാരിയിൽ നിന്ന് ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് കോളേജ് മാറിയത്. ഞാൻ ഈ ഇടനാഴികളിലൂടെയൊക്കെ നടന്നു. ഇതെല്ലാം പഴയ കെട്ടിടങ്ങളാണ്. വളരെ ഭംഗിയുള്ള ആ ചുമപ്പും വെള്ളയും കളർന്ന ആ കെട്ടിടങ്ങൾ, ഇതെല്ലാം ക്യാമ്പസിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഒരുപാട് ഭാഗങ്ങളിലെ ചിലത് മാത്രമാണ്. കുറേയധികം നടക്കാനുണ്ട്. ഇനിയുള്ളത് ബംഗ്ലാവും അതിനോട് ചേർന്ന ഒരു പള്ളിയുമാണ്. പെൻ ബംഗ്ലാവ്, അതിനും പള്ളിയും. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പൈൻ മരങ്ങളാണ് അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. അവിടെ വളരെയധികം മരങ്ങൾ നിൽപ്പുണ്ട്. അവ ഓരോന്നിനും പേരുകളും സയൻറ്റിഫിക് നെയിമും നൽകി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ബംഗ്ലാവിലേക്കുള്ള നടപ്പാതയാണ്. അവിടെയെല്ലാം ചെടികൾ വെട്ടിയൊതുക്കി ഭംഗിയായി നിലനിർത്തിയേക്കുന്നു. വളരെ നല്ലൊരു കാഴ്ചയാണ് ഈ കെട്ടിടത്തിൻ്റെ ദൃശ്യം. ആ ബംഗ്ലാവിനോട് ചേർന്ന് തന്നെയാണ് പള്ളി, പഴയ പള്ളി. ആ പച്ചപ്പൊക്കെ കണ്ട് കുറച്ച് നേരം അതുവഴി നിന്നു. ആ പള്ളിയുടെ കാഴ്ച അതിമനോഹരം തന്നെ. പ്രാർത്ഥനാ സമയം അല്ലാത്തതുകൊണ്ടാവാം പള്ളി തുറന്നിരുന്നില്ല. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു. പിന്നെ ഞാൻ മുന്നോട്ട് നടന്നു. പിന്നീട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ലവേഴ്സ് പാത്താണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞാൻ പഠിച്ച എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ വഴി തന്നെ പോകാം. കുറേ ദൂരം നടന്നു. ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു. കുറച്ചധികം മാറ്റങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഈ ലൈറ്റൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല, പുതിയതായി സ്ഥാപിച്ചതായിരിക്കാം. ഹോസ്റ്റലൊക്കെ ഇതിനകത്തേക്ക് വന്നിരുന്നു. നേരത്തെ ഹോസ്റ്റൽ പുറത്തായിരുന്നു. ഇതാണ് ആ ഗ്രൗണ്ട് അങ്ങ് താഴെ വരെയുണ്ട്. ഞങ്ങളൊക്കെ അതുവഴിയൊക്കെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ അവിടെ ബെഞ്ചൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. പിന്നീട് ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും കാണണമല്ലോ. കാഴ്ചകൾക്കൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പച്ചപ്പ് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും ഈ ബെഞ്ചുകളൊന്നും പണ്ടുണ്ടായിരുന്നില്ല, പുതിയതായിട്ട് സ്ഥാപിച്ചതാണ്. ആരൊക്കെയോ അതിൽ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, ലവേഴ്സ് പാത്ത്. പുതിയതായി പ്രതിമകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. ചെറിയ മരങ്ങളിലൊക്കെ സയൻറ്റിഫിക് നെയിം അടക്കം ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അവയെല്ലാം വളരട്ടെ. ആ നേരെ കാണുന്നത് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. നിലത്ത് അങ്ങിങ്ങായി മഞ്ഞ പൂക്കൾ വാരി വിതറിയ പോലെ കിടക്കുന്നു. അത് പിന്നെയും ഈ ക്യാമ്പസിൻ്റെ ഭംഗി കൂട്ടുന്നതേ ഉള്ളൂ. ഈ വഴിയെല്ലാം നടക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയും ഓർത്തു പോകുന്നു. ക്യാമ്പസിൽ അങ്ങിങ്ങായിട്ട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ക്യാമ്പസിനുള്ളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പോഴും ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് പരിപാടിയുടെ ഭാഗമായിട്ടായിരിക്കാം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിച്ചത്. ഈ ഒരു മരച്ചോടും ആ കാണുന്ന സ്റ്റെപ്പുമൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കുറേയധികം സമയം ഇരുന്നിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് ചർച്ചകൾക്കൊക്കെ വേദിയായ സ്ഥലം. പിന്നീട് കാണുന്നത് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, ബയോടെക്നോളജി.
ബയോടെക്നോളജിയുടെ മുൻപിലെ മരം ഒന്നുകൂടി വലിപ്പം വെച്ചിരിക്കുന്നു. അകത്തേക്ക് ഒരുപാടുണ്ട് കേട്ടോ ഈ കെട്ടിടത്തിൻ്റെ. ഞാൻ കയറിയിട്ടുണ്ട് ഞങ്ങളുടെ ലാബിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. പിന്നീട് മുന്നോട്ട് നടന്നു. ഇനിയുള്ളത് ഒരു സൈഡ് പ്രിൻസിപ്പലിൻ്റെ ബംഗ്ലാവിൻ്റെ വശവും പിന്നീടുള്ളത് താഴെ അണ്ണാങ്കുന്നിൻ്റെ താഴെ ഭാഗമാണ്. അതുവഴി ഇറങ്ങി നടന്നിട്ടുണ്ട് ഒരു തവണ. എങ്കിലും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഒരുപാട് ജന്തുക്കളുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഗ്രീൻ ഹൗസ്, അത് എപ്പോഴും പച്ച പിടിച്ച് തന്നെ കിടക്കും. ഇത് സുവോളജിയുടെ പുറകുവശമാണ്. ആ നേരെ കാണുന്നത് ബോട്ടണി. ഈ പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്ത് കൂടെ പതുക്കെ നടന്നു. ഗ്രീൻ ഹൗസിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണുന്നത്. ഇവിടെയെല്ലാം നല്ലപോലെ മരങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. മുന്നോട്ട് നടക്കും തോറുമാണ് ആ ജനലൊക്കെ കാണാനാവുന്നത്. ആ ജനൽ വശത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുവഴി വന്നതല്ലേ, ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒന്ന് കണ്ടേക്കാം. ഇന്നിപ്പോൾ അധ്യാപകരൊന്നുമില്ല, എങ്കിലും അതുവഴിയെല്ലാം നടന്ന് സുവോളജി, ഹോം സയൻസ്, ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻവശത്തായിട്ട് വലിയൊരു മരം നിൽപ്പുണ്ട്. അവിടെയായിട്ട് കഴുകുന്നതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതിനുശേഷം ഇച്ചിരി കൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് ലൈബ്രറി എത്തുന്നത്. അതിവിശാലമായൊരു ലൈബ്രറി തന്നെയാണ് CMSൻ്റേത്. അകത്തേക്കൊന്നും കയറിയില്ല. കോളിൻസ് ലൈബ്രറിയുടെ മുൻവശത്തു കൂടെയൊക്കെ കുറച്ച് നേരം നടന്നു. ലൈബ്രറിയും അതിനുശേഷം വേറെയും കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുത്തു. പിന്നെ തിരികെ ആ ക്യാമ്പസിലെ വിദ്യാവനത്തെക്കുറിച്ചുള്ളൊരു ചെറിയ ബോർഡൊക്കെ കണ്ട് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് നോക്കി. അവിടെ പരിപാടി നടക്കുന്നതിനാൽ കൂടുതൽ അകത്തേക്ക് കയറാൻ പോയില്ല. അതുവഴി ആ ലാബൊക്കെ ഒന്ന് കണ്ട് ചെറുതെ ഒന്ന് ചുറ്റി തിരിഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചത്. അതിൽ കുറച്ച് സ്പീഷ്യസിൻ്റെയൊക്കെ പേരുകൾ എഴുതിയിരിക്കുന്നു. ഇവയെല്ലാം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളാണ്. ആ സസ്യങ്ങളൊക്കെ ഈ CMS ക്യാമ്പസിലുണ്ട്. ആദ്യമേ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ഇവിടെയുള്ള മരങ്ങളിലെല്ലാം സയൻറ്റിഫിക് നെയിം ഉൾപ്പെടെയുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് മുന്നോട്ട് നടക്കുമ്പോൾ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് കാണുന്നത്. ആ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഒന്ന് ചെറുതായിട്ട് പോയി നോക്കി. എന്നിട്ട് തിരികെ ഇറങ്ങി സുവോളജിയുടെ മുൻപിൽ ഒരു ചെറിയ മരം നിൽപ്പുണ്ട്, ഫിലിപ്പിൻ ടീ ട്രീ. അതിനുശേഷം അതുവഴിയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു, കാഴ്ചകളൊക്കെ കണ്ടു. ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്ന ആ ഭാഗത്തു കൂടെയൊക്കെ ഒന്ന് നോക്കി. എന്നിട്ട് തിരികെ പ്രധാന ഭാഗത്തേക്ക് നടന്നു. ഇതാണ് ക്യാമ്പസിൻ്റെ ഒരു മുഖമായിട്ട് കാണുന്ന ആ പ്രധാന കെട്ടിടം. മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാം ആ തൂണുകളുടെ ഒരു ഭംഗി. നമ്മളിതൊക്കെ പല സിനിമകളിലായിട്ട് കണ്ടിട്ടുള്ളതാണ്. CMSൽ പഠിച്ച ഏതൊരാൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും പുതിയതായിട്ടൊരു അറിവ് കിട്ടുമെങ്കിലോ എന്ന് വിചാരിച്ചാണ് വീണ്ടും ഓരോ ചരിത്രങ്ങളും ഞാൻ സൂചിപ്പിച്ചു പോകുന്നത്. CMSൻ്റെ ഭംഗി അന്ന് ഇന്നും വർദ്ധിച്ചതേ ഉള്ളൂ. ഈ കാഴ്ചകളൊക്കെ അതിമനോഹരം തന്നെയല്ലേ. ക്യാമ്പസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇപ്പോഴും കണ്ടു തീർന്നിട്ടുള്ളൂ. ഇനിയും കുറേ നടക്കാനുണ്ട്. ഞാൻ നടപ്പ് തുടർന്നു. കാണുന്നതെല്ലാം പഴയ കെട്ടിടങ്ങളാണ്. പുതിയതായി വളരെ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. കെട്ടിടങ്ങളും ആ കൂടെയുള്ള പരിസര പ്രദേശങ്ങളുമൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോഴും അവിടെ വർക്കുകളൊക്കെ നടക്കുന്നു. കഴിഞ്ഞ മഴയത്ത് കുറച്ച് കെട്ടിടത്തിനൊക്കെ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവയൊക്കെ ഇപ്പോഴും പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവയും പോയി കണ്ടു. എങ്കിലും അതൊക്കെ ശരിയാക്കിയെടുക്കും. ഇനി താഴെ ഒരു ഭാഗവും കൂടെയുണ്ട്. അവിടേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതും വളരെ പുരാതനമായ കെട്ടിടം തന്നെയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഇവിടെ പഠിച്ചവർക്കൊക്കെ ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ വരും. ഇത് ഏറ്റവും താഴെയുള്ള ഒരു ഭാഗമാണ്. പഴയ കെട്ടിടമാണ് ഈ കാണുന്നത്. അവിടെ നിന്നിറങ്ങി CMS കോളേജിൻ്റെ ഗ്രേറ്റ് ഹാളിൻ്റെ ഭാഗത്തേക്കും അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പിന്നീട് മുന്നോട്ടുള്ള ഭാഗത്തേക്കുമെല്ലാം നടന്നു.
തണൽ വിരിച്ചിരിക്കുന്ന ഈ മരത്തിൻ്റെ ചോട്ടിൽ കുറച്ചു നേരം നിന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ആ ഭാഗം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ക്യാൻറ്റീന്, സെമിനാർ ഹാള് ഒക്കെ ഉള്ളത്. ഇപ്പോൾ ആ ഭാഗത്തൊരു ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കും നടന്നു. ആ ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കിന് ഒന്ന് നോക്കിയതാണ്. അങ്ങേറ്റം വരെ ഒന്നും നടക്കാൻ പോയില്ല, നടന്നു മടുത്തിരുന്നു. ഇപ്പോൾ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വൊക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഇത് പഴയ ക്യാൻറ്റീൻ കെട്ടിടമായിരുന്നു. അതിൻ്റെ പുറകുവശത്തായിട്ട് ചെറിയ ഒരു കെട്ടിടവും. ഇപ്പോഴത്തെ പുതിയ ക്യാൻറ്റീനാണ് ഈ കാണുന്നത്. മനോഹരമായ ക്യാൻറ്റീൻ.